Procedure of assessment of income tax ആണ്. Assessment includes filing the return of income tax, computation of taxable income of the assessee, determination of sum payable by the assessee, making the assessment order and issue notice of demand by specifying the sum payable by the assessee. അപ്പോൾ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ടാക്സബിൾ ഇൻകം അസസ്സിയുടെ കാണുക, ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ആണ് ഫസ്റ്റ്, പിന്നെ ടാക്സബിൾ ഇൻകം കാണുക, എത്ര എമൗണ്ട് ആണ് പേയബിൾ അസസ്സി പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്ന് കാണുക, അസസ്മെൻറ്റ് ഓർഡറും സ്പെസിഫൈയിങ് സം പേയബിൾ ബൈ ദ അസസ്സി എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. ഈ 4 സ്റ്റെപ്പുകളാണ് അസസ്മെൻറ്റിൽ വരിക. അപ്പോൾ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അവിടെ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് അസസ്സി ഡിസ്ക്ലോസസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഈസ് കാൾഡ് റിട്ടേൺ. ഡിഫറൻറ്റ് റിട്ടേൺ ഈസ് കാൾഡ് റിട്ടേൺ. അതായത് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അസസ്സി ഡിസ്ക്ലോസസ് ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് പ്രീവിയസ് ഇയറിലുള്ളത് എന്ന് കാണിക്കുന്നതാണ് റിട്ടേൺ. അതിൽ വോളണ്ടറി റിട്ടേൺ ഉണ്ട്, ബിലാറ്റഡ് റിട്ടേൺ ഉണ്ട്, റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വോളണ്ടറി റിട്ടേൺ എന്ന് പറയുമ്പോൾ വോളണ്ടറിലി എ റിട്ടേൺ ഓഫ് ഇൻകം ഇഫ് ഇൻകം എക്സീഡ്സ് ദ prescribed limit, the return must be furnished on or before due date. Failure to do so may invite penalty by way of interest. അതായത് വോളണ്ടറി റിട്ടേൺ എന്ന് പറയുമ്പോൾ ടു ഫർണിഷ് വോളണ്ടറിലി എ റിട്ടേൺ ഓഫ് ഇൻകം, വോളണ്ടറിലി ഒരു റിട്ടേൺ ഓഫ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സീഡ്സ് ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ റിട്ടേൺ മസ്റ്റ് ബി ഫർണിഷ്ഡ്, റിട്ടേൺ നിർബന്ധമായിട്ടും ഡ്യൂ ഡേറ്റിന് മുന്നേ ഫർണിഷ് ചെയ്തിരിക്കണം. ഫെയിലിയർ ടു ഡു സോ മേ ഇൻവൈറ്റ് പെനാൾട്ടി ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്, കറക്റ്റ് ടൈമിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെനാൾട്ടി വരുന്ന പറയുന്നത്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ അസസ്സി ഈസ് എ കമ്പനി ആണെങ്കിൽ എല്ലാ വർഷവും 31 ഒക്ടോബർ ആണ്. ഇൻ അതർ കേസിലാണെന്നുണ്ടെങ്കിൽ 31 ജൂലൈ ഓഫ് ദ അസസ്മെൻറ്റ് ഇയർ ആണ്. ബിലാറ്റഡ് റിട്ടേൺ ആണ് നെക്സ്റ്റ്. എ പേഴ്സൺ ഹാസ് നോട്ട് ഫർണിഷ്ഡ് എ റിട്ടേൺ വിത്തിൻ ടൈം അലൗഡ് ടു ഹിം, ടൈം കൊടുത്ത ടൈമിൽ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ഫർണിഷ് ദ റിട്ടേൺ എനി ടൈം ബിഫോർ ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയറിൻ്റെ എൻഡിലേക്ക് മാറ്റണം. ഓർ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ അസസ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ, അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് പുറകിലുള്ള വർഷം. സച്ച് റിട്ടേൺസ് കാൾഡ് ബിലാറ്റഡ് ഓർ ഡിലേഡ് റിട്ടേൺ ആണ് കേട്ടോ. പിന്നെ റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ഇഫ് എനി പേഴ്സൺ ഹാവിങ് ഫർണിഷ്ഡ് എ റിട്ടേൺ വോളണ്ടറി ഓർ ബിലാറ്റഡ് ഡിസ്കവേഴ്സ് എനി ഒമിഷൻ ഓർ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ദർ ഹി മേ ഫർണിഷ് എ റിവൈസ്ഡ് റിട്ടേൺ. അതായത് ഇഫ് എനി പേഴ്സൺ ഹാവിങ് എ റിട്ടേൺ ഫർണിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വോളണ്ടറി ഓർ ബിലാറ്ററൽ ഡിസ്കവേർഡ് എനി ഒമിഷൻ ഓർ റോങ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റിവൈസ്ഡ് റിട്ടേൺ സമർപ്പിക്കേണ്ടി വരും അറ്റ് എനി ടൈം ബിഫോർ ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ, ആ അസസ്മെൻറ്റ് ഇയറിൻ്റെ എൻഡിൽ, ഓർ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ അസസ്മെൻറ്റ് ഇയർ വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണ് ആദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയമാണോ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിൻ്റെ എൻഡാണോ, ഏതാണ് ആദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഈ റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് റിട്ടേൺ ഓഫ് ലോസ് ആണ്. ഇഫ് ആൻ അസസ്സി ഹാസ് സസ്റ്റെയിൻഡ് എ ലോസ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ ഓർ ഓവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോൾസസ് ആൻഡ് ഹി ക്ലെയിം ടു ക്യാരി ഫോർവേഡ് ദ ലോസ്. അപ്പോൾ എന്തെങ്കിലും ഇഫ് ആൻ അസസ്സി ഹാസ് സസ്റ്റെയിൻഡ് എ ലോസ്, എന്തെങ്കിലും ലോസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനായിട്ടോ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് റൈസ് ഹോൾസസോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഹി വിൽ ഹാവ് ടു ഫയൽ എ റിട്ടേൺ ഓഫ് ദ ലോസ്. ആ ലോസിന് റിട്ടേണിന് ഫയൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. റിട്ടേൺ ഓഫ് ദ ലോസ്.
ലോസ് റിട്ടേൺ ചെയ്യാനായിട്ട് ഫയൽ ചെയ്യാം. സച്ച് റിട്ടേൺ മേ ബി സബ്മിറ്റഡ് ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് സ്പെസിഫൈഡ്. ദെൻ കമ്പൽസറി റിട്ടേൺ ആണ്. അസസബിൾ ആൻഡ് ഹി ഹാസ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഓർ ബിഫോർ ദ ഡ്യൂ. The assessing officer may serve a notice on such person requiring him to furnish the return. കമ്പൽസറി റിട്ടേൺ എന്ന് പറയുമ്പോൾ എനി പേഴ്സൺ അസസബിളോ അല്ലെങ്കിൽ ഹി ഹാസ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിലോ ഡേറ്റിൻ്റെ ഉള്ളിൽ ദ അസസിങ് ഓഫീസർ മേ നോട്ടീസ് അയക്കണം റിക്വയറിങ് ഹിം ടു ഫർണിഷ് ദ റിട്ടേൺ ഫർണിഷ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്. Such a return should be furnished within the time allowed in the നോട്ടീസിൽ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം. ഇൻ സച്ച് എ കേസ് അസസി ഈസ് ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് ഫോർ ഫർണിഷിംഗ് റിട്ടേൺ. അങ്ങനെ ആകുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നു. ഡിഫക്റ്റീവ് റിട്ടേൺ ആണ്. ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അസസിങ് ഓഫീസർ കൺസിഡേഴ്സ് ദാറ്റ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ്ഡ് ബൈ ദ അസസി അത് ഡിഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഹി മേ ഇൻറ്റിമേറ്റ് ദ ഡിഫക്റ്റ് ടു ദ അസസി ആൻഡ് ഗിവ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി ടു റെക്ടിഫൈ ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. ദ ഡിഫക്റ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 15 days 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഇൻറ്റിമേഷൻ. ഇഫ് ദ ഡിഫക്റ്റ് ഈസ് നോട്ട് റെക്ടിഫൈഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ദെൻ ദ റിട്ടേൺ ഷാൾ ബി ട്രീറ്റഡ് ആസ് ഇൻവാലിഡ്. അപ്പോൾ ഡിഫക്റ്റ് പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇഫ് ദ ഡിഫക്റ്റ് ഈസ് നോട്ട് റെക്ടിഫൈഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ആ റിട്ടേൺ സമർപ്പിച്ചതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ ദ റിട്ടേൺ ഷാൾ ബി ട്രീറ്റഡ് ആസ് ഇൻവാലിഡ്. അതിൻ്റെ ഉള്ളിൽ അത് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ഇൻവാലിഡ് ആവുന്നു, കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ ഫോം ഓഫ് റിട്ടേൺ ആണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ ഇൻഡിവിജ്വൽസ് ഹൂ ഈസ് റെസിഡൻറ്റ് ഹാവിങ് ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സസ്. രണ്ടാമത്തെ വരുന്നത് ഫോർ റെസിഡൻഷ്യൽ HUF നോട്ട് എലിജിബിൾ ടു ഫയൽ റിട്ടേൺ ഇൻ TR ആൻഡ് നോട്ട് ഹാവിങ് ഇൻകം അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ITR 3 ഇൻകം ടാക്സ് റിട്ടേൺ ആണ് പറയുന്നത് കേട്ടോ. ഫോർ ഇൻഡിവിജ്വൽസ് ഓർ HUF ഹാവിങ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫോർ ഇൻഡിവിജ്വൽസ് ഓർ HUF ഓർ ഫേം ഹാവിങ് ഇൻകം ഫ്രം എലിജിബിൾ ബിസിനസ് ഓർ എലിജിബിൾ പ്രൊഫഷൻ, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം HP ഓർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ഉള്ള ഫോമുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ആ ഫോം എന്നുള്ളതാണ്. പിന്നെ ഫോർ പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ HUF കമ്പനി ഫോം 6 വരുമ്പോൾ ഫോർ കമ്പനീസ് അതർ ദാൻ കമ്പനീസ് ക്ലെയിമിംഗ് എക്സംഷൻ. പിന്നെ പേഴ്സൺ ഫർണിഷ്ഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 139 4A 4B 4C 4D 4E 4F ഉണ്ട്. ഫോർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, അതൊക്കെയാണ് ഈ 7ാമത്തെ ഇതിൽ റിട്ടേൺ ഫോമിൽ വരുന്നത് കേട്ടോ.